ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ദ സൗണ്ട് ഓഫ് മാജിക് എപ്പിസോഡ് നമ്മുടെ 5 ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വേറെ ലെവലിൽ ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഭയങ്കര ത്രില്ലിംഗ് ആയിട്ട് ഇരിക്കുന്ന ഒരു എപ്പിസോഡാണ്. മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. എപ്പിസോഡ് 5 എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നായികയും രണ്ടാമത്തെ നായകനും കൂടിയും നമ്മുടെ ഹീറോയിൻ, അതായത് നമ്മുടെ ഹീറോ ചെയ്യുന്ന കൊലപാതകത്തെ കാണുകയാണ് കേട്ടോ. അതായത് ഇവരുടെ ക്ലാസ്സിൽ ഒരു കുട്ടി വീഡിയോ ക്യാമറയിൽ പകർത്തിയ ഒരു ഇത് ഇവർ കാണുകയാണ് കേട്ടോ. പക്ഷേ ഇവർക്ക് ഒരിക്കലും വിചാരിക്കാൻ പറ്റുന്നില്ല അവനങ്ങനെ ചെയ്യുമോ, അതായത് നമ്മുടെ ആ മജീഷ്യൻ അങ്ങനെ ചെയ്യുമോ എന്നൊരു ഓർക്കുകയാണ്. അങ്ങനെ പുറത്തിറങ്ങുമ്പോൾ അവളെയും കാത്ത് അവരുടെ ക്ലാസ്സിലെ കൂട്ടുകാരുണ്ടാവും. നിനക്ക് എപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? എനിക്കും ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷെ ഞാനിതൊക്കെ കണ്ടപ്പോൾ ആകെ ഞെട്ടിപ്പോയി. നിന്നെയും അവൾ കൊല്ലും. ഇതേ സമയത്ത് നമ്മുടെ നായിക പറയുകയാണ്, നീ ഒന്ന് ചുമ്മാതിരുന്നേ. ഇപ്പോഴും നമ്മുടെ നായിക അവൻ കുറ്റക്കാരനല്ല എന്നാണ് കേട്ടോ വിശ്വസിക്കുന്നത്. നീ മിണ്ടാണ്ടിരിടി, അങ്ങനെയൊന്നും ചെയ്യില്ല, ഇത് വേറെ എന്തൊക്കെ പറ്റിയതാണെന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ്. ഞാൻ പറയുന്നത് കേൾക്ക്, ഇല്ലെങ്കിൽ നിന്നെ അവൻ കൊല്ലും. നിൻ്റെ ഞാൻ കുറേ നേരമായി പറഞ്ഞു മിണ്ടാണ്ടിരിക്കുന്നത്. എനിക്ക് എന്ത് സംഭവിച്ചാലും ഇപ്പം നിനക്കെന്ത്, നീ എന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കുന്നതെന്ന് നമ്മുടെ നായികയാണെങ്കിൽ അവളോട് ചോദിക്കുകയാണ് കേട്ടോ. നീ നിൻ്റെ കാര്യം മാത്രം നോക്കാൻ മതി എന്ന് പറഞ്ഞു നായിക അവിടെ നിന്ന് പോവുകയാണ്. ഇതേ സമയത്ത് നമ്മൾ രണ്ടാമത് നായകൻ പറയുകയാണ്, നീ ഇത് ആരോടും പോയി പറയൊന്നും വേണ്ട, കാരണം നിനക്ക് തന്നെ പണി കിട്ടാൻ പോകുന്നു. കാരണം നീ അവനറിയാണ്ടാണ് ഈ വീഡിയോ ഒക്കെ എടുത്തത്, ഒരാളുടെ സ്ഥലത്ത് അതിക്രമിച്ച് കയറി എന്നൊക്കെ പറഞ്ഞ് നിനക്ക് തന്നെ പണി കിട്ടും, അതുകൊണ്ട് ആരോടും പറയാൻ പോകണ്ടെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത് നായകൻ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. രണ്ടാമത്തെ നായകൻ നേരെ പോകുന്നത് നമ്മുടെ നായികയുടെ അടുത്തോടാണ്. കാരണം നായികയുടെ അടുത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. കാരണം ഇത് കണ്ടത് എന്തായാലും സത്യമാണെന്ന് രണ്ടാമത്തെ നായകന് അറിയാം. പക്ഷെ രണ്ടാമത്തെ നായകൻ നേരെ ചെന്നിട്ട് അവളോട് പറയുകയാണ്, നീ ഇനി അവനെ കാണാൻ പോവുകയാണ്, നീ എങ്ങടാ പോകുന്നത്? ഞാൻ തീം പാർക്കിലൂടെയാണ് പോകുന്നത്. നീ ഇതൊക്കെ കണ്ടതല്ലേ, പിന്നെ നീ അങ്ങോട്ട് പോകുന്നത്? എനിക്ക് എന്താ സത്യാവസ്ഥ എന്ന് അറിഞ്ഞേ പറ്റുമെന്ന് നമ്മൾ നായിക പറയുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും നമ്മുടെ രണ്ടാമത്തെ നായകൻ്റെ അമ്മ അങ്ങോട്ട് വരുന്നത് അവനെ കൂട്ടാൻ വേണ്ടി. അവൻ്റെ അമ്മേനോട് ഇവൾക്ക് ഭയങ്കര ദേഷ്യമാണ്, കാരണം ഇവളെ ഭയങ്കര മോശമാണ് ചിത്രീകരിച്ചത് അവൻ്റെ അമ്മ കാരണമാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ അമ്മ വരുമ്പോൾ അവൾക്ക് ശരിക്കും ദേഷ്യം വരികയാണ്. എന്നിട്ട് പറയുകയാണ്, നീ നിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ കാര്യം നീ ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. നമ്മുടെ നായകന് ശരിക്കും വിഷമം വരികയാണ്. അങ്ങനെ നേരെ ആ മജീഷ്യൻ്റെ അടുത്തോട്ട് നമ്മുടെ നായിക ചെല്ലുകയാണ്. നായിക ചെല്ലുമ്പോഴാണെങ്കിൽ കുറേ കുട്ടികളെ എത്തിക്കൊണ്ട് അവൻ ആദ്യം പേടിപ്പിക്കുക ചെയ്യുന്നുണ്ടെങ്കിലും അവസാനം ആ കുട്ടികളെല്ലാം ചിരിക്കുന്നത് കണ്ടുകൊണ്ട് നമ്മുടെ നായിക അവിടെ നിൽക്കുകയാണ് കേട്ടോ. നമ്മുടെ നായികയ്ക്ക് മനസ്സിലാവുകയാണ് ഇവൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഇവൻ നല്ലൊരു പാവം പിടിച്ചവനാണെന്ന് നമ്മുടെ നായികയ്ക്ക് മനസ്സിലാവുകയാണ്. അങ്ങനെ നമ്മുടെ നായികയാണെങ്കിൽ അതെല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശരിക്കും ഇതിലെന്തോ ത്രില്ലടിപ്പിക്കുന്ന ഒരു ഇതുണ്ട്. നാളെ അവസാനത്തെ എപ്പിസോഡാണ്. അപ്പോൾ മാക്സിമം എല്ലാവരും കാണാൻ ശ്രമിക്കുക കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ കൂട്ടുകാർ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതേ സമയത്ത് അവിടെ എന്ന് വരുന്ന സ്ത്രീ നേരെ നമ്മുടെ നായികയുടെ അടുത്തോട്ട് ചെല്ലുകയാണ്. ആ നായികയുടെ അടുത്ത് പറയുകയാണ്, നിൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരുമെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഫോൺ നമ്പർ അല്ല, നിനക്കതിന് പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് വിളിക്കാൻ വേണ്ടിയാണെന്ന്. അപ്പോൾ അവൾക്ക് കാര്യമൊന്നും മനസ്സിലാവില്ല. ഇതേ സമയത്ത് നമ്മുടെ നായിക പറയുകയാണ്, നിങ്ങളുടെ ഫോൺ നമ്പർ എനിക്ക് തന്നാൽ മതി, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ വിളിക്കാമെന്ന് പറയുകയാണ് കേട്ടോ. എനിക്ക് തൊണ്ടവേനയും പനിയൊക്കെയാണ്, അപ്പോൾ ചെറുതായ ശബ്ദമൊക്കെ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകും, ദയവത് ക്ഷമിക്കണേ. വളരെ കഷ്ടപ്പെട്ടാണ് ഒരു വീഡിയോസ് ചെയ്യുന്നത്, വളരെ അധികം ബുദ്ധിമുട്ടിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്പർ നേരെ കൊടുക്കുകയാണ് കേട്ടോ. നമ്പർ കൊടുത്തതിന് ശേഷം അവിടുന്ന് പോവുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ നായകൻ നേരെ വീട്ടിലോട്ട് പോയതിന് ശേഷം നമ്മുടെ നായികയുടെ അനിയത്തിയോട് ചോദിക്കുകയാണ്, അന്ന് ഇവിടെ വന്ന ആ മജീഷ്യനെ കുറിച്ച് നിനക്ക് എന്താണ് അഭിപ്രായം? നല്ലൊരു വ്യക്തിയാളോ, കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മുടെ അനിയത്തി പറയുകയാണ് കേട്ടോ. ഒന്നുമില്ല, എന്താ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നീ കിടന്നോളാൻ വേണ്ടി പറയുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ രണ്ടാമത് നായകന് ശരിക്കും വിഷമം വരികയാണ്. കാരണം അവർ ചോദിച്ചില്ല, നീ എന്തിനാ എൻ്റെ കാര്യം അന്വേഷിക്കുന്നത്? അതൊക്കെ ഓർത്തിട്ട് അവർക്ക് ശരിക്കും തലവേനയൊക്കെ എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൻ്റെ അമ്മ നേരെ ചെല്ലുകയാണ് സംസാരിക്കാൻ വേണ്ടി. അവൻ്റെ അമ്മക്ക് അവനോട് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിലും അവനക്കൊരു താല്പര്യമില്ല. ഇതേ സമയത്ത് ആ വീഡിയോ റെക്കോർഡ് ചെയ്ത് അവളാണെങ്കിൽ വീണ്ടും ആ മജീഷ്യൻ്റെ അടുത്തോട്ട് ചെല്ലുകയാണ്. അങ്ങോട്ട് ചെന്നിട്ട് വേറെ തെളിവ് കളക്ട് ചെയ്യാൻ വേണ്ടി ചെല്ലുകയാണ് കേട്ടോ. ഇതേ സമയത്തായിരിക്കും അവൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും നമ്മുടെ മെയിൻ നായകൻ, അതായത് മജീഷ്യനാണ് നമ്മുടെ മെയിൻ നായകൻ, അവൻ അങ്ങോട്ട് ചെല്ലുകയാണ്. നിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതില്ല നീ ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ നിങ്ങളെന്തിനാ വന്നത്? അത് പിന്നെ ഞാൻ മാജിക്ക് പഠിക്കാൻ വേണ്ടി വന്നതാണ്, നീ പോയിട്ട് നാളെ വരാൻ വേണ്ടി പറയുകയാണ്. അല്ല, എനിക്ക് ഇപ്പം തന്നെ വേണ്ടി പഠിക്കാൻ വേണ്ടിയാണ്, നിന്നോട് പറഞ്ഞാൽ നീ പോയിട്ട് നാളെ വരാൻ പറഞ്ഞല്ലേ എന്ന് പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവളാണെങ്കിൽ നമ്മുടെ നായകനും ഭീഷണിപ്പെടുത്തുകയാണ്. ഓഹോ, അങ്ങനെയാണോ? നിങ്ങളെന്നെ പഠിപ്പിച്ച് തരും, നിങ്ങളുടെ എല്ലാ കല്ലക്കളയും ഞാൻ പുറത്ത് കൊണ്ടുവരുമെന്ന് ഇവൾ പറയുകയാണ് കേട്ടോ. നീ എന്ത് തേങ്ങയാണ് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ അവളാണെങ്കിൽ അവളുടെ കയ്യിൽ ആ വീഡിയോ റെക്കോർഡ് എടുത്ത് കാണിക്കുകയാണ്. പിന്നെ അവൾ റെക്കോർഡ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മുടെ നായകന് മനസ്സിലാവുകയാണ്. നിങ്ങളിത് കണ്ടോ, നിങ്ങളുടെ കൊലപാതകത്തെക്കുറിച്ച് എല്ലാ കാര്യം എൻ്റെ കയ്യിൽ എൻ്റെ തെളിവുണ്ടെന്ന് പറയുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അവൻ ശരിക്കും വയലൻ്റ് ആവുകയാണ്. അവനാണെങ്കിൽ അവളെ കയറ്റിലൊക്കെ പിടിച്ചിങ്ങനെ തള്ളുകയായിരിക്കും കേട്ടോ.
ഇതേ സമയത്തായിരിക്കും അവൻ പൊന്നു പോലെ സൂക്ഷിക്കുന്നു അവൻ്റെ പാരറ്റുള്ള കൂട് ഇവൾ കാരണം താഴ്ത്തോട് മറന്നു പോവുകയാണ് കേട്ടോ. അങ്ങനെ ആ പാരറ്റിൻ്റെ അകത്ത് കിടന്ന് പിടഞ്ഞ് ചാവുന്നത്. കാരണം അവനക്ക് അത്രയും മാത്രം ഇഷ്ടമുള്ള ആ ഒരു പാരറ്റിൻ്റെ ഇത് താഴ്ത്തോട് മറഞ്ഞു വീഴുകയാണ്. ആ പാരറ്റ് രക്ഷപ്പെടുത്താൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ കയ്യിൽ നിന്ന് ആ വീഡിയോ കാസ്റ്റ് വാങ്ങാൻ വേണ്ടി നോക്കുകയാണ്. അവസാനം അവൻ്റെ ആ പാരറ്റ് മരിച്ചു പോവുകയാണ്. അവനക്ക് ഒട്ടും സഹിക്കാൻ പോലും പറ്റുന്നില്ല. അങ്ങനെ അവളെ കൊല്ലാൻ വേണ്ടി തന്നെ അവൻ ശ്രമിക്കുകയാണ് കേട്ടോ. അങ്ങനെ എങ്ങനെയൊക്കെ ഭാഗ്യം കൊണ്ട് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ്. ഇനി എന്തായാലും നടക്കാൻ പോകുന്നത്, അവൻ അത്രയും മാത്രം സ്നേഹിക്കുന്ന ആ പാരറ്റ് മരിച്ചു പോയിരിക്കുകയാണ്. കൂട് പോലും തുറക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകൻ ആ തീം പാർക്കിലോട്ട് നമ്മുടെ മെയിൻ നായകനെ കാണാൻ വേണ്ടി വരികയാണ്. അപ്പോൾ ഇവൾ പേടിച്ച് പുറത്തോട്ട് ഇറങ്ങി വരുന്നത് അവൻ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ്. അതേ സമയത്ത് അവനാണെങ്കിൽ അതിൻ്റെ അകത്തോട്ട് കയറാണ്ട് നേരെ പോവുകയാണ് കേട്ടോ. അതിൻ്റെ അകത്ത് വേറെ ആരും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വേറെ ആരും ഇല്ല എന്ന് മറുപടി പറയുകയാണ്. ഇനി അടുത്തായിട്ട് എന്താ നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് വാച്ച് ചെയ്ത് തന്നെ മനസ്സിലാക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ പിറ്റേ ദിവസം എക്സാം തുടങ്ങുകയാണ്. നമ്മുടെ നായകനാണ്ട് മൂഡൊന്നും ശരിയല്ല, അവനൊന്നും പഠിച്ചിട്ടില്ല. അവന് ശരിക്കും തലവേനയും ദേഷ്യവും വിഷമവും എല്ലാം വരികയാണ് കേട്ടോ. അവനിക്കൊന്നും എഴുതാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും. കാരണം ക്ലാസ്സിലെ ഫസ്റ്റാണ് എല്ലാ പ്രാവശ്യവും. പക്ഷേ ഇപ്രാവശ്യം എനിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റുന്നില്ല കേട്ടോ. അങ്ങനെ അവനക്ക് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥ ആവുകയാണ്. അങ്ങനെ അവൻ എക്സാം ഒന്നും എഴുതാണ്ട് അവൻ ആ എക്സാം പേപ്പർ കൊടുത്തുകൊണ്ട് തലവേന എന്ന് പറഞ്ഞാൽ അവൻ നേരെ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ്. കാരണം അവനക്ക് ഒന്നും എഴുതാനില്ല. കാരണം അവൻ പഠിച്ചിട്ടൊന്നുമില്ല. അവൻ്റെ മനസ്സ് വളരെയധികം ഡിസ്റ്റർബാണ് കേട്ടോ. അങ്ങനെ അവിടെ നേരെ പോയിട്ട് ഗ്രൗണ്ടിൽ പോയി അവൻ ഇരിക്കുകയാണ്. ഗ്രൗണ്ടിൽ പോയി ഇരിക്കുമ്പോൾ നമ്മുടെ നായിക നേരെ ചെന്നിട്ട് എക്സാം എങ്ങനെ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ആ കുഴപ്പമൊന്നും ഉണ്ടായില്ല എന്ന് പറയുകയാണ്. ശരിക്കും അവൻ എക്സാം ഒന്നും എഴുതിയിട്ടില്ല. കാരണം അവനക്ക് ഒരു വകയും അറിയാൻ പാടത്തുകൊണ്ടാണ് അവൻ എക്സാം എഴുതാറുള്ളത് കേട്ടോ. അങ്ങനെ ഓരോ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് കാണിക്കുന്നത് അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നേരെ തീം പാർക്കാണ് കാണിക്കുന്നത്. നമ്മുടെ ആ തത്തമ്മ അവൻ വിളിക്കുമ്പോൾ തന്നെ അവൻ്റെ ഷോൾഡറിൽ പോയിരിക്കുന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുകയാണ് കേട്ടോ. പക്ഷേ അത് നിർഭാഗ്യവശാൽ മരിച്ചു പോയിരിക്കുകയാണ്. അവൻ പഴയ കാലത്തെ കാര്യങ്ങൾ ഓർക്കുകയാണ്. അവനിക്ക് വളരെയധികം ശൂന്യത തോന്നുകയാണ്. കാരണം അത്രയും മാത്രം സ്നേഹിച്ച ഒരെണ്ണമാണ് മരിച്ചു പോയിരിക്കുന്നത്. വളരെ അധികം വിഷമമുള്ള ഒരു സിറ്റുവേഷനിൽ കൂടെയാണ് കേട്ടോ അവൻ കടന്നു പോകുന്നത്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകനോട് അമ്മ ചോദിക്കുകയാണ്, നീ എന്ത് എക്സാം എഴുതാണ്ടെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് എക്സാം തലവേനൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അവൻ്റെ അമ്മ ചൂടാവുകയാണ്. ഇതേ സമയത്ത് അവൻ്റെ അച്ഛനോട് വരികയാണ്, നിനക്കിപ്പോൾ എന്താ പറ്റിയതെന്ന് കുറേ നാളായല്ലോ ഭയങ്കര ഇതായിട്ട് തോന്നുന്നത്, നിനക്ക് എന്നെപ്പോലെ ഒരു വക്കീൽ അവനുള്ള താല്പര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കുമ്പോൾ ഇല്ല എനിക്കിപ്പോൾ മജീഷ്യൻ അവനെ താല്പര്യമെന്ന് പറയുകയാണ്. അവൻ്റെ അച്ഛൻ പറയുകയാണ് മജീഷ്യൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിന്നെ ആർക്കും ഒരു വില ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ അവനിക്ക് അതേപോലെ ചന്ത പിള്ളേരെ പോലെ ആയാൽ മതി എന്നൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ ഷൗട്ട് ചെയ്യുകയാണ്. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകൻ പറയും, ഇത്ര നാളെ നിങ്ങൾ പറഞ്ഞു കേട്ടില്ല ജീവിച്ചത്, ജയിക്കണം മാത്രമാണ്, എനിക്ക് എൻ്റെതായ രീതിയിലൊക്കെ ജീവിക്കേണ്ടതെന്ന് നമ്മുടെ രണ്ടാമത്തെ നായകൻ പറയുകയാണ്. നിനക്ക് നിൻ്റെതായ ജീവിക്കാം, പക്ഷേ നീ നല്ലൊരു പൊസിഷനിൽ എത്തണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, അത് ഞങ്ങൾക്ക് ആഗ്രഹിച്ചു കൂടിയെന്ന് നമ്മുടെ അച്ഛൻ ചോദിക്കുമ്പോൾ അവനിക്ക് ആകെ ഡിസ്റ്റർബ് ആവുകയാണ് കേട്ടോ. അവൻ്റെ അടുത്തായിട്ട് എന്താ നമുക്ക് നോക്കാം. അങ്ങനെ പിറ്റേ ദിവസമാണെങ്കിൽ കോളേജിൽ അവരുടെ സ്കൂളിലോട്ട് പോലീസ് ഓഫീസർ വരികയാണ് നമ്മുടെ നായികയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി. അതൊരു മജീഷ്യനായിട്ട് ഇവൾക്ക് എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാവുകയാണ്. അങ്ങനെ അവളുടെ അടുത്ത് കുറേ കാര്യമൊക്കെ ചോദിക്കുകയാണ്. അവൻ കൊലപാതകമാണൊക്കെ ചോദിക്കുമ്പോൾ ഒരിക്കലും അവൻ കൊലപാതകമൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ ചോദിക്കുന്ന എല്ലാ ഉത്തരത്തിലും നമ്മുടെ മജീഷ്യനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. നമ്മുടെ മെയിൻ നായകനെ സപ്പോർട്ട് ചെയ്താണ് സംസാരിക്കുന്നത്. അങ്ങനെ അവസാനം ശരിക്കും ദേഷ്യം വരികയാണ്. നിങ്ങളെ ഞാൻ കസ്റ്റഡിയിൽ, അതായത് നായികയെ കസ്റ്റഡിയിൽ എടുക്കാൻ പോവുകയെന്ന് പോലീസ് ഓഫീസർ പറയുകയാണ്. അതിന് എന്നെ കസ്റ്റഡി എടുക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ഒരാളങ്ങനെ നടന്ന് വരികയാണ്. അയാൾ ആരായിരിക്കുമെന്ന് നമുക്ക് കണ്ടു തന്നെ മനസ്സിലാക്കാവുന്നതാണ്. ഭയങ്കര ട്വിസ്റ്റി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ നായിക ആദ്യം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തില്ലേ, നമ്മുടെ മജീഷ്യൻ അപ്രതീക്ഷിതമായി കളഞ്ഞെന്ന് പറഞ്ഞാൽ അവൻ മരിച്ചു പോയെന്നാണ് നമ്മുടെ നായിക വിശ്വസിച്ചത്. പക്ഷേ അവൻ നേരെ അങ്ങനെ കടന്ന് വരികയാണ് കേട്ടോ. അവൻ കടന്നു ചോദിക്കും എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കളഞ്ഞതല്ലേ, എന്നെ അപ്രതീക്ഷിതമായി കളഞ്ഞൊന്നുമല്ല, എന്നെ തള്ളി പാലത്തുമേൽ താഴത്തേക്ക് ഇട്ടതാന്ന് പറയുകയാണ്. തള്ളി പാലത്തുമേൽ താഴത്തേക്ക് ഇട്ടുന്നോ? ഒരിക്കലുമില്ല, അദ്ദേഹം ഒരു മജീഷ്യനാണ്. ആ പോലീസ് ഓഫീസർ പറയുക, നീ സത്യം പറഞ്ഞോളൂ പറയുകയാണ് കേട്ടോ. ഇപ്പോഴാണ് അവനിങ്ങനെ തള്ളി താഴത്തേക്ക് ഇടുന്നത് കാണിക്കുകയാണ് കേട്ടോ. ശരിക്കും അവനെ അപ്രതീക്ഷിതമൊന്നും ആക്കിയതൊന്നുമല്ല, അവൻ നേരെ തള്ളി താഴത്തേക്ക് ഇട്ടത് മാത്രമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുകയാണ് കേട്ടോ ഇപ്പോൾ. ഇതേ സമയത്ത് നമ്മുടെ നായിക്ക് അതൊന്നും വിശ്വസിക്കുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ പറയുക എനിക്കൊന്നും അറിയാൻ പാടില്ല തന്നെ അവൾ പറഞ്ഞുകൊണ്ടിരിക്കും. നല്ല ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് 6. നിങ്ങൾ എന്തായാലും കാണുക. 6 എന്തായാലും അടുത്ത് തന്നെ വരുന്നതായിരിക്കും കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകൻ പറയുക അദ്ദേഹം ഒന്നും ചെയ്യൊന്നുമില്ല, അദ്ദേഹം ഇന്നലെ മൊത്തം എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, അദ്ദേഹം ഒരു കൊലപാതകം പോലും ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകൻ്റെ പാരൻസിനെ വിളിച്ചു വരുത്താൻ വേണ്ടി പറയുകയാണ്. അങ്ങനെ പാരൻസ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സാറ് പറയുകയാണ് ഇവൻ വെറുതെ ഒരു വള്ളി
കള്ളികളൊക്കെ പിടിച്ച് വെക്കുകയാണ്. ഇവനൊന്നും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞാൽ മതിയെന്ന് പറയാൻ വേണ്ടി അച്ഛനോടും അമ്മയോടും പറയുമ്പോൾ അച്ഛനും അമ്മയും അവനോട് പറയുകയും മോനെ നിൻ്റെ ഭാവി ഓർത്തെങ്കിൽ നീ മര്യാദക്ക് സത്യമൊന്നും പറയാൻ നിൽക്കണ്ട. ഇല്ല ഞാൻ കണ്ട കാര്യം എന്തായാലും പറയും. ഇന്നലെ മൊത്തം അയാൾ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്തിനാണ് നോണ പറയുന്നതെന്നൊക്കെ നമ്മുടെ രണ്ടാമത്തെ നായകൻ അവരോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ രണ്ടാമത്തെ നായകനോട് അച്ഛൻ വളരെ റൂഡായിട്ടും റാഷായിട്ടും ഇങ്ങനെ സംസാരിക്കുകയാണ്. നീ മര്യാദക്ക് നിന്ന് കുറേ നാളെ ഞാൻ ക്ഷമിക്കുന്നതൊക്കെ പറഞ്ഞ് അവനൊന്ന് തല്ലുന്നുണ്ട് കേട്ടോ. അവൻ്റെ അസ്വസ്ഥനായിട്ട് അവൻ നേരെ പുറത്തോട്ട് ഇറങ്ങുകയാണ്. പുറത്തിറങ്ങി കഴിയുമ്പോൾ അവൻ്റെ തലയിലൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ വേദനയും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. എന്നിട്ട് അവനാണെങ്കിൽ ആകെ എന്തോ ഒക്കെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. അവൻ ദേഷ്യപ്പെട്ടിട്ട് ഒരു കസേരയെടുത്ത് ആ സ്കൂളിൽ ഒരു ചില്ല അടിച്ച് പൊളിക്കുകയാണ്. ഒരു പ്രാന്തനെ പോലെ അവൻ അവിടെ കിടന്ന് അലറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കണ്ട് എല്ലാവരും ആകെ പേടിച്ച് പോവുകയാണ്. അവൻ്റെ കൈയൊക്കെ ശരിക്കും മുറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ അവനൊരു പ്രാന്തനെ പോലെ താഴത്ത് കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴായിരിക്കും അവൻ്റെ അടുത്ത് ഒരു ബട്ടർഫ്ലൈ പറന്ന് ആകാശത്തോട്ട് പോകുന്നത് അവനെ ശ്രദ്ധയിൽപ്പെടുന്നു കേട്ടോ. അപ്പോൾ അവൻ വിചാരിക്കുന്ന ഒരു ബട്ടർഫ്ലൈനെ പോലെ ആയാൽ മതിയായിരുന്നു, സ്വതന്ത്രനായിട്ട് ആയാൽ മതിയായിരുന്നു എന്നൊക്കെ അവൻ ഓർക്കുകയാണ്. അവനക്ക് ഇതേപോലത്തെ ഒരു തടങ്കൽ ജീവിതം വേണ്ട എന്നൊക്കെ അവൻ്റെ മനസ്സിലിപ്പോൾ ഓർക്കുകയാണ് കേട്ടോ. ഇവൻ്റെ ജീവിതം എന്തായിരിക്കും നമുക്ക് ലാസ്റ്റ് എപ്പിസോഡിൽ കാണാവുന്നതാണ്. അങ്ങനെ അവിടെ നേരെ കാണിക്കുന്നത് ഒരു സ്ത്രീയാണ് ഇങ്ങനെ ജോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ഒരു തടാകത്തിൽ ഒരു ബാഗ് പോലത്തെ സാധനം കാണുകയാണ്. ബാഗൊന്നുമല്ല, ഒരാൾ മൃതദേഹമാണ് കേട്ടോ. ആ മൃതദേഹം ആരുടെ ആയിരിക്കുമ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാൻ നല്ല ത്രില്ലിംഗ് ആയിട്ടൊരു എപ്പിസോഡാണ്. അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക. നാളെ കാണാൻ എല്ലാവർക്കും ചെറിയൊരു ബൈ.